ജലം തെറിച്ചുപോയ നക്ഷത്രഭാഗങ്ങളെ തണുപ്പിച്ചു. ധൂളികളും ചെറു കഷണങ്ങളും വലിയവയെ ഭ്രമണം ചെയ്തുകൊണ്ടിരുന്നു. ചിലവ കത്തി വലിയവയിൽ പതിച്ചു. ജലം അവയെയെല്ലാം ശാന്തമാക്കി. പൊടിഞ്ഞുപോയ ചില നക്ഷത്രഭാഗങ്ങളിൽ ജീവനെത്തുവാൻ ജലം വഴിയൊരുക്കുകയായിരുന്നു. നക്ഷത്ര കേന്ദ്രത്തിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ അവയെ സ്വീകരിക്കുവാൻ തയ്യാറായി. അതിൽ ഉറങ്ങിക്കിടന്ന ഭീകരസത്വത്തെ ജലം വിസ്മരിച്ചു. പകരം അത് ഭൂമിയെ പൊതിഞ്ഞു നിന്നു. ഈ ശക്തിക്ക് ആകൃതിയോ നിറമോ രുചിയോ ഒന്നുമില്ല. ജീവന് വസിക്കുവാൻ വാസസ്ഥലം ഒരുക്കുവാനായിരുന്നു ജലം പുറപ്പെട്ടത്. അദ്ദേഹത്തെ കാണാൻ അതിയായ മോഹമുള്ളവർക്ക് ഒരു കടലാസിൽ നീണ്ടിയൊരു മൂക്ക് വരച്ച് മുകളിലും താഴെയും ഇരുവശങ്ങളിലുമായി ഓരോ റാകൾ വരച്ച് വൃത്തത്തിനുള്ളിലാക്കി സന്തുഷ്ടി നേടാനാകും. ഭൂമി ജലത്തിനുള്ളിലായിരുന്നു. ആകാശം ഭൂമിക്കും ഭൂമി ആകാശത്തിനും മുഖക്കണ്ണാടികൾ പോലെ തോന്നിച്ചു. ആകാശത്തും ഭൂമിയിലും ജലത്തിൽ കുമിളകൾ കൂട്ടം കൂടുന്നത് പോലെ ജീവഗണങ്ങൾ ഒത്തുചേരാൻ വൃത്താകാരങ്ങൾ സൃഷ്ടിച്ചു. മേഘങ്ങളെ അവശേഷിപ്പിച്ചുകൊണ്ട് ജലം ഭൂമിയിൽ താണിറങ്ങി.